സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിനെ ഉപദേശിക്കുകയാണ് ഗോമതി. നിനക്ക് അങ്ങനെ അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, കൃഷ്ണമംഗലത്തുകാരോട് സംസാരിക്കാൻ പോകണ്ട. എൻ്റെ ആര്യനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാന്നിട്ടാണ് അവള് ശുദ്ധ മനസ്സെന്ന് പറയുന്നത്. കേട്ടല്ലോ, ഞങ്ങൾ പറഞ്ഞതനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി അകത്തേക്ക് പോകും. ബാലൻ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ബാലൻ പുറത്തേക്ക് പോകുന്നുണ്ട്, നടക്കാനായിട്ട് ഇറങ്ങുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നത് ആകാശിന്റെ മുറിയിലേക്ക് ആര്യം വരുന്നുണ്ട്. ചേട്ടാ, അതിന് മുന്നേ തന്നെ ആകാശം ഇങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. പലചരക്കടയിൽ പോണതും ഓരോ കടകളിൽ സാധനങ്ങൾ കൊടുക്കുന്നതായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിറുത്തോണ്ടിരിക്കുന്നു. ഇന്ന് തിരക്കുള്ള ദിവസം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ആര്യം വരുന്നത്. ചേട്ടാ, നിങ്ങൾ ഹണിമൂണിനൊന്നും പോണില്ലെന്ന് ചോദിച്ചപ്പോൾ ഹണിമൂണാ എടാ, എനിക്കത് അച്ഛനോട് ചോദിക്കാൻ പേടിന്. ചേട്ടൻ നാണാവൂലേ? കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായില്ലേ? ചേച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും പോകണ്ട? ചേട്ടത്തിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി കയറി വരും. എന്താ ചേട്ടനും കൂടെ ഒരു ചർച്ച? അല്ല, ഞാൻ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഹണിമൂണൊന്നും പോണില്ലെന്ന് ചോദിക്കായിരുന്നു. നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ ആര്യ ചോദിക്കാൻ, നിന്റെ ചേട്ടനോട് ചോദിക്കുന്നു പറയുന്നുണ്ട്. മീനാക്ഷി നോക്കിക്കോ, ഞാൻ അച്ഛനോട് എന്തായാലും ഇത് പറയും. പറയും എന്ന് ആര്യം പറയുന്നുണ്ട്. ഞാൻ പറയും, എന്തായാലും പറയും, ഞാൻ പറഞ്ഞ് നമുക്ക് ഹണിമൂണിന് പോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ വിളി കേൾക്കുന്നുണ്ട്, ഗോമതി എന്നുള്ള വിളി. അതെ, അച്ഛൻ വന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ പറയും. എനിക്കൊരു പേടിയില്ല ഇക്കാര്യത്തിൽ, ഞാൻ അച്ഛനോട് പറയുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് ആകാശ് വന്നിട്ട് അച്ഛാന്ന് വിളിക്കും. എന്താടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ച് ആകാശം ഒന്നും മിണ്ടില്ല. പിന്നെ പറയും, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായില്ലേ? കല്യാണം? ആരുടെ കല്യാണം എന്ന് ചോദിക്കുന്നു. അതെന്താ ഞാനൊന്നും അങ്ങനെ അറിയാത്ത പോലെ പറയണേന്നൊക്കെ ചോദിച്ച് ധർമ്മനും ഒപ്പം പിടിക്കുന്നുണ്ട്. പറയേ, എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ മീനാക്ഷിക്ക് ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്, എവിടെയെങ്കിലും ഹണിമൂണിന് പോയാൽ കൊള്ളാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാലൻ പെട്ടെന്ന് ഒന്നും ഇണ്ടാണ്ട് അവരെ നോക്കി അങ്ങനെ തന്നെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഗോമതി ഉണ്ടെങ്കിൽ കലിതുള്ളും. കണ്ടക്കാ, രാവിലെ തന്നെ ബാലേട്ടൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനമായില്ലേടി, ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ത് മനസ്സ് വിഷമിപ്പിച്ചെന്നാണ് ഈ പറയുന്നത് കാര്യം ചോദിച്ചാൽ ആരും ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു ടൂർ ഹണിമൂണിന് പോകണമെന്നല്ലേ പറഞ്ഞോളൂ, അത് എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എന്തിനാണ്ടാ അവരെ വക്കാലത്ത് പറയുന്നത്? അവരെ വക്കാലത്ത് അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞോളൂ, നീ പറയാൻ നിൽക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 5 മിനിറ്റിനൊക്കെ എൻ്റെ ബാലേട്ടൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു എന്നൊക്കെ പറഞ്ഞു. ഗോമതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മീനാക്ഷി പറയും, ഞാൻ പറഞ്ഞതിന് അമ്മ ആകാശിനോട് ഇതൊന്നും അച്ഛനോട് പറയണ്ട, അച്ഛന് ഇഷ്ടാവില്ല, നമുക്ക് ഒരിക്കലും പോകണ്ടാന്ന്. അതൊന്നും കുഴപ്പമില്ല, അച്ഛന് ഇഷ്ടമായില്ലെങ്കിലും നമ്മൾ പോകും എന്നാണ് ആകാശ് പറഞ്ഞത്. മീനാക്ഷി ഒരു ഭാരം പണിയുമ്പോൾ ആകാശ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യോ, ഞാനിത് എപ്പോൾ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ മിണ്ടരുതടി, നിന്റെ നായല നാക്ക് എനിക്കറിയാം, എൻ്റെ മോൻ അങ്ങനെ ഒന്നും പറയില്ല, എനിക്ക് നല്ലോണം അറിയാമെന്നും പറഞ്ഞ് ആകാശ് ഇങ്ങനെ ഗോമതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. എന്തായാലും ബാലൻ 5 മിനിറ്റിനുള്ളിൽ കയറി വരും. അതിന് മുന്നേ കൃഷ്ണമംഗലത്താർ കാണുന്നുണ്ട് ബാലൻ പോകുന്നത് കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട്, കണ്ട നടക്കാൻ പോയി വന്നാൽ പിന്നെ കട തുറക്കാനാ പോകാറുള്ളൂ, ഇപ്പോൾ അതേ വേഗം പോകുന്നുണ്ട്. അപ്പം എന്തായാലും അവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. എടാ, അവിടുത്തെ പ്രശ്നങ്ങൾ അവർ തീർത്തോളൂ, നീ എന്തിനാ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മൊന്നും മിണ്ടാണ്ടിക്ക്, അവരുപേക്ഷിച്ച് ഇവിടെ വന്നാൽ ഞങ്ങളുടെ കൂടപ്പറപ്പ്, അല്ലെങ്കിൽ കൂടപ്പറപ്പിൻ്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വരുന്നുണ്ട്. ഗോമതി എന്ന് വിളിച്ച് വരുന്നുണ്ട്. എന്നാ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ആകാശിൻ്റെ മുന്നിലേക്ക് നീട്ടും. അപ്പോൾ ആര്യനാണ് അത് ഓടിച്ചെന്ന് മേടിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ അച്ഛൻ, ഞാൻ ഇത്രയും നേരം അച്ഛനെ കുറ്റം പറഞ്ഞിരുന്നില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അച്ഛൻ ഇങ്ങനെ തോന്നിയല്ലോ, എവിടേക്കാണ് അച്ഛാ? അമേരിക്കയിലേക്കാണോ അതോ ഊട്ടിയിലേക്കാണോ ബാംഗ്ലൂർക്കാണോ എന്നൊക്കെ ചോദിച്ച് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സിനിമ ടിക്കറ്റ് ആണ്, അതുകൊണ്ട് അടുത്തുള്ള തിയേറ്ററിൽ. അയ്യ അച്ഛാ, ഇത് സിനിമ ടിക്കറ്റ് അല്ല, അതേ സിനിമ ടിക്കറ്റ് ആണ്. ആ മുരളി സിനിമ ടിക്കറ്റ് എടുത്ത് കൊടുക്കണം, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് മേടിച്ചതാണ്. എന്തോ സിനിമയുടെ പേര് മഞ്ഞു മഴ അങ്ങനെ എന്തോ ഒരു സിനിമയാണെന്ന് പറഞ്ഞു. മീനാക്ഷിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകായിട്ട് ഈ വന്നിങ്ങനെ നിൽക്കണ്. നമ്മുടെ ആകാശിന് ഇതൊക്കെ വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഗോമതി പറയുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ബാലേട്ട അമേരിക്കയിലേക്ക്. പിന്നെ അമേരിക്ക, നിനക്ക് എന്താ ഗോമതി, അമേരിക്കയൊക്കെ ഇവിടുന്ന് TV നിന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട് റൂമിലേക്കോ പുറത്തേക്കോ പോകും. അങ്ങനെ ടിക്കറ്റ് നോക്കുമ്പോൾ ടിക്കറ്റ് ഏറ്റവും ഫ്രണ്ടിലത്തെ ടിക്കറ്റ്, കാശ് കുറവിൻ്റെ. അപ്പോൾ മീനാക്ഷി സിനിമ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ആകാശ് പോകുമ്പോൾ പിന്നാലെ മീനാക്ഷിയും പോകും. കഷ്ടം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷിയും പോകും പിന്നാലെ. അതിനുശേഷം മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ ആകാശ ഇത് ഏറ്റവും ഫ്രണ്ടിലത്തെ സിനിമ ടിക്കറ്റാണ്, മാത്രമല്ല ഇത് പഴയ കൊള്ളില്ലാത്ത പടമാണ്, ഇതിനത്ര നല്ല വിജയിച്ചിട്ടൊന്നുമില്ല, നിങ്ങളുടെ എന്തോ അച്ഛനാണ്, ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടങ്ങളൊക്കെ ഇല്ലെന്ന് വെച്ചപ്പോൾ മീനാക്ഷി ക്ഷമിക്ക്, നമുക്ക് എന്തായാലും തൽക്കാലം ഇതിന് പോകാം, ടൂർ പോണ കാര്യം അച്ഛനോട് ഞാൻ സാവകാശം പറഞ്ഞ് സമ്മതിപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട്. കഷ്ടം തന്നെയാണ് ആകാശം നിന്റെ കാര്യം,
എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അതെ കാശ് അച്ഛൻ കാശ് ചെറുപ്പത്തിലേ തുടങ്ങി അച്ഛൻ കാശ് സൂക്ഷിക്കുന്നതാണ്. അച്ഛൻ കാശൊന്നും നശിപ്പിച്ച് കളയൂല. അത് കണ്ടിട്ട് ഞാനും വളർന്നത്. അതുകൊണ്ടുണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് പറയുന്നുണ്ട്. അതെ നമുക്ക് പൈസ ഒന്നും അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല. കുട്ടികളുണ്ടാവുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ സൂക്ഷിച്ച് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മീനാക്ഷി കടുക്കണ 2 കട്ടിലെ 2 പിന്നെ അങ്ങനെ കുട്ടികളുണ്ടാവും, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി പുറത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തുകാർ പെണ്ണുങ്ങളൊക്കെ കൂടി നിന്ന് ഷട്ടിൽ കളിക്കുന്നുണ്ട്. അതിലൊരു ഷട്ടിലിൻ്റെ കോർക്ക് നമ്മുടെ ആര്യൻ്റെ ചെവിയിൽ വന്നടിക്കുന്നുണ്ട്. ആര്യൻ അത് കൊടുക്കൂല. അമ്മായിമാരൊക്കെ നല്ലോണം കെഞ്ചി പറയും. പക്ഷേ മിത്ര തല്ലുകൂട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ മിത്ര പിടിച്ച് ആര്യൻ ഒന്നും ആര്യൻ വീഴാൻ പോകും. അത് കണ്ട് ഗോമതി ഓടി വരും. ഗോമതി ഓടി വന്ന് ഗോമതി അവളെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഗോമതി ആ കോർക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിക്കും മിത്രയുടെ മൂത്തിക്ക് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ആര്യന് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ആര്യൻ പറയുന്നുണ്ട്, ഇടി നിന്നെ ഞാൻ കരയിപ്പിച്ചിരിക്കോടി നോക്കിക്കോ എന്ന് പറയുമ്പോൾ കാണാടാ നീ നിൻ്റെ കരനേച്ച് പോടാന്ന് പറഞ്ഞ് പിന്നെ ഒരു ഉഗ്രം വഴക്കൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെ ആകാശിനെയാണ്. രാത്രി തിയേറ്ററിൻ്റെ പകുതി മുന്നേ വണ്ടി ഒരു കടയുടെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. എന്തിനാ ഇവിടെ വയ്ക്കുന്നത്, തിയേറ്ററിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി തിയേറ്ററിൽ പാർക്ക് ചെയ്താൽ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കാശ് കൊടുക്കണ്ടേ, സോറി മീനാക്ഷി കാശൊന്നും നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ശരി നടക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്തിരി നടന്നാൽ മതിയല്ലോ, സിനിമ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോരാമെന്ന് പറയുന്നുണ്ട്. നടന്നു വരാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ബേക്കറി കടയിൽ കയറും. ബേക്കറി കടയിൽ കയറുന്നത് എന്തിനാ മീനാക്ഷി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം, സിനിമ തിയേറ്ററിൽ പോണത് തന്നെ തിന്നാനാണ്. ആകാശ എല്ലാ സാധനങ്ങളും മേടിച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ആകാശിൻ്റെ കയ്യിലൊരു കവറുണ്ടാവും. മീനാക്ഷി ഒരു 250 രൂപയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അത് അപ്പോൾ ആകാശ് പറഞ്ഞു, മീനാക്ഷി ഉണ്ണിയപ്പവും മറ്റുള്ള സാധനങ്ങളൊക്കെ അമ്മ തന്നയച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പവും മറ്റുള്ള സാധനങ്ങളൊക്കെ അമ്മ തന്നയച്ച അമ്മ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ഒന്നും മിണ്ടുന്നില്ല. മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ കുപ്പി വെള്ളം താഴെ ചേട്ടാന്ന് പറയുമ്പോൾ അയാളൊരു വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, വെള്ളം വേണ്ട മീനാക്ഷി, അമ്മ നല്ല തിളപ്പിച്ച വെള്ളം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കവർ കാണിക്കുമ്പോൾ മീനാക്ഷി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നുണ്ട്. അതിനുശേഷം മീനാക്ഷി ആകെ ദേഷ്യപ്പെട്ട് തന്നെ ആകാശിനോട് ചോദിക്കുന്നത്, ആകാശ് ഇതെന്ത് ജീവിതം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.